മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. ശ്രീ കെ ടി ജലീൽ, താരതമ്യപ്പെടുത്താനാകുമോ? ബഷീറിനെതിരായി ഒരിക്കലുമില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ പോലീസിന്റെ കേസ് അന്വേഷണം, ബഷീറിനെതിരായിട്ടുള്ള കേസ് അന്വേഷണം എങ്ങനെയാകും എന്നുള്ളതിന് അദ്ദേഹത്തിനെതിരായി നേരത്തെ ഉണ്ടായിരുന്ന കേസിന്റെ ഗതി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വളരെ വ്യക്തമായും ജെയിംസ് എന്ന് പറയുന്ന അധ്യാപകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ പോയാൽ അയാൾ ജീവനോടെ ഇരിക്കില്ല എന്ന് വ്യക്തമായിട്ട് ബഷീർ പറഞ്ഞു. അതിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പിൻവലിക്കുകയാണ് ചെയ്തത്. ആ കേസ് പിൻവലിച്ച ഈ ഗവൺമെന്റ് ബഷീറിനെതിരായി ഇപ്പോഴത്തെ ഈ കേസ് ശരിയാംവിധം നടത്തിക്കൊണ്ടുപോകും എന്ന് വിശ്വസിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഇത് രണ്ട് നീതിയാണ്. കരീമിനെതിരെ, ഇളമരം കരീമിനെതിരായി ഗവൺമെന്റ് കേസെടുത്തു. പോലീസിനെതിരായി ഒന്നും പറയാൻ വേണ്ടി പാടില്ല, പോലീസുകാരന്റെ പേര് പറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ കേസ് അങ്ങനെ കേസെടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുക്കാൻ തന്നെയല്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർക്കെതിരായി കേസെടുക്കാൻ തന്നെയല്ലേ സമയമുണ്ടാവുകയുള്ളൂ? കെ സുധാകരൻ എന്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് പോലീസിനെതിരായി? അദ്ദേഹത്തിനെതിരായി ഈ ഗവൺമെന്റ് വല്ല കേസും എടുത്തിട്ടുണ്ടോ? അപ്പൊ UDFന്റെ നേതാക്കന്മാർക്ക് ഒരു നീതിയും LDFന്റെ നേതാക്കന്മാർക്ക് മറ്റൊരു നീതിയും എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ ഈ പ്രശ്നം കൂടി കഴിയുമ്പോൾ LDFന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? വ്യക്തമായും നേതാക്കൾ പ്രസംഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനേ പാടില്ല, അത് PK ബഷീറിനെതിരെ ആയാലും എളമരം കരീമിനെതിരെ ആയാലും MM മണിക്കെതിരെ ആയാലും എന്നാണോ? കേസെടുക്കേണ്ടതാണെങ്കിൽ കേസെടുക്കണം. MM മണിക്കെതിരായിട്ട് പോലീസ് കേസെടുത്തു. അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. കരീമിനെതിരായിട്ട് എടുത്ത കേസും MM മണിക്കെതിരായിട്ട് എടുത്ത കേസും സമാനമായി എങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക? എളമരം കരീം തന്റെ പ്രസംഗത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകളെന്ന രൂപത്തിൽ പിടിച്ചിട്ടുള്ള ആളുകളെ ആക്രമിക്കുന്നു, അവരെ പീഡിപ്പിക്കുന്നു എന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് തെറ്റാണ്. എന്നാണെങ്കിൽ കെ സുധാകരനെതിരായി എത്ര കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് എടുക്കണം? തിരിച്ചു വരാം ശ്രീ KM ഷാജി. പക്ഷേ ഈ പ്രശ്നത്തിന് വലിയൊരു ഗൗരവമുള്ളത് 2 പേർ മരിച്ചിട്ടുണ്ട്, മരണവുമായി ബന്ധപ്പെട്ട കേസാണ്.